1.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യം അടുത്ത വർഷം അമേരിക്കയിൽ, മെക്സിക്കോയിൽ, കാനഡയിലുമായിട്ട് നടക്കാൻ പോകുന്ന ഫിഫ വേൾഡ് കപ്പിൽ കളിക്കാൻ പോവുകയാണ്. നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ എത്രയാണ്? 140 കോടിയാണ്. 1.5 ലക്ഷവും 140 കോടിയും തമ്മിലുള്ള അന്തരം നോക്കുക. നമ്മൾ ഈ മത്സരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഈ തോൽവികൾക്ക് മുമ്പിൽ നമ്മളിങ്ങനെ വിഷണ്ണരായിട്ട്, നിരാശരായിട്ട് തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയാണ്. അതായത് നമ്മുടെ ടീമിനെ നിശ്ചയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലല്ല എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ടീമിൻ്റെ ഹെഡ് കോച്ചാണ്. പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ ഒരു മത്സരത്തിൽ 11 പേരാണ് കളിക്കുക. ഈ 11 പേരെ നിശ്ചയിക്കുകയാരാ? കോച്ചല്ലേ. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഒരു അസ്ട്രോളജറുണ്ട്, ഒരു ജ്യോത്സ്യൻ. ഈ ജ്യോത്സ്യനാണ് ഇന്ന് ആരൊക്കെ കളിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ജ്യോത്സ്യൻ നിങ്ങളുടെ നക്ഷത്രമാണ് നോക്കുന്നത്. ഈ ദിവസം ഇന്ന് നവംബർ 20 2025. നിങ്ങളുടെ ക്യാമ്പസിൽ ആരുടെയൊക്കെ നക്ഷത്രമാണ് ശുക്രദശയിൽ നിൽക്കുന്നത് അവരെ കളിക്കൂ. ഇനി ഏറ്റവും ബെസ്റ്റ് പ്ലെയറായിട്ട് പോലും അവർ പുറത്താണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറയുകയാണ്, കാര്യങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലല്ല എന്ന്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എങ്ങനെയാണ് തോറ്റുപോകുന്നത്? ഒരു മത്സരത്തിൽ ഒരു രാജ്യത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യേണ്ടവർ ആ രാജ്യത്തെ ഏറ്റവും മികച്ച താരങ്ങളായിരിക്കണം. അതാണ് ഈ കുറസാവോ എന്ന് പറയുന്ന കൊച്ചു രാജ്യവും ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യവും തമ്മിലുള്ള വലിയ അന്തരം.